ആ വാപ്പാ വാപ്പാ ഇരിക്കെ. നമസ്കാരം. നമസ്കാരം. സുഖം തന്നെയല്ലേ? സുഖം തന്നെ. എന്താ ഈ നാട്ടിലൊക്കെ ഉണ്ടോ? എൻ്റെ നൈറ്റ് ഡ്യൂട്ടിയാ. കാണാറേ ഇല്ല, എന്നെയും കാണാനില്ല, എൻ്റെ അമ്മയും കാണാറില്ല. വന്നിട്ട് കടന്നു പറഞ്ഞാലേ അവിടെ ഫുള്ള് വർക്കാണ്. ശരി ശരി ശരി. അതുകൊണ്ടാ പറയാത്ത. ഓക്കെ ഓക്കെ. ഒരുപാട് ദിവസമായല്ലോ, അതുകൊണ്ട് കണ്ടിട്ട് പോകണം വന്നതാ. സുഖം തന്നെയല്ലേ? സുഖം തന്നെ. മോളൊക്കെ എവിടെ? മോള് ജോലിക്ക് പോയിരിക്കുക, അതറിയില്ല നിനക്ക്? ജോലി പോയിരിക്ക. അവള് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, MBA കഴിഞ്ഞു. ഇപ്പൊ നല്ലൊരു കമ്പനിയിൽ അവൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. നല്ല ബെസ്റ്റ് കമ്പനി. ഒരു 90,000 രൂപ ശമ്പളം വാങ്ങുന്നുണ്ട്, കൈ നിറയെ ശമ്പളം വാങ്ങുന്നുണ്ട്. നല്ല അതിൽ സന്തോഷമാണ്, എല്ലാം സന്തോഷമായിട്ടുള്ളൊരു ഇതാണ് ഇപ്പോൾ. വാട്ടമൊന്നുമില്ല. അടുത്ത പ്രശ്നം ഒരമ്മയല്ല എനിക്ക് ഉണ്ടാകാതിരിക്കുമോ? അവളുടെ കല്യാണം. ആ ഇപ്പൊ ഒരു നല്ല പയ്യനെ നോക്കിയിട്ട് കണ്ടുപിടിച്ചിട്ട് കല്യാണം ചെയ്യണം, കല്യാണം കഴിപ്പിക്കണം അവളെ. അതാണ് അടുത്ത പ്രശ്നം. ജാതകമൊക്കെ നോക്കി ഒരുപാട് വന്നു ജാതകങ്ങള്. ചിലത് ജാതകം ചേരില്ല, ചിലത് ജാതകം ചേർന്നാല് പയ്യനെ കാണാൻ നന്നാവില്ല, വിളക്ക് പിടിക്കണ്ടേ. ചിലപ്പോ പയ്യനെ ജോലി ഇവളുടെ അത്ര നന്നാവില്ല, എന്തെങ്കിലും ഒരു കുറവ്. അതുകൊണ്ട് തള്ളി 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 പോവാണ്. ഒന്നും ഇതുവരെ സെറ്റായിട്ടില്ല, ചുരുക്കത്തിൽ. അങ്ങനെ പോണു. ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാട്രിമോണിയിലെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്, വന്നും കൊണ്ടും ഇരിക്കുന്നുണ്ട്. ഏതായാലും ശരിയാവുമായിരിക്കും. കയ്യില് നെയ്യോ എന്താ വെച്ചിട്ട് വേറെ എന്താ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ നമ്മളെ ജോ ഉണ്ടല്ലോ, MBBS. ജോ MBBS അതാരാത്? നിങ്ങളുടെ ഏട്ടനുണ്ടല്ലോ മുംബൈയില്, അവരിവിടെ വന്നിട്ട് നാട്ടിലല്ലേ സെറ്റിലായിരിക്കണം. അപ്പൊ ഏട്ടന്റെ മകനുണ്ടോ? മകൻ ജോ MBBS. എന്റെ ഏട്ടന്റെ മകൻ ജോ, അവന് ഡോക്ടറാ, MBBS. മോള് എഞ്ചിനീയറിംഗ് പഠിച്ചിരിക്കണം. നാളെ ഇതല്ലേ ജോലി പുറത്ത്. പിന്നെ എന്താ കല്യാണം കഴിച്ചു കൊടുക്കാത്ത? ഡോക്ടർ ജോ MBBS അവൻ. ആരാ എന്നോട് പറഞ്ഞേ? ആൾക്കാരൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന. അവന് വീട്ടിൽ നോക്കുമ്പോ അവിടെ ജോ MBBS ബോർഡ് വരെ വെച്ചിരിക്കാം. വീട്ടിലാ? വീട്ടിലാ. അത് ഞാനും കണ്ടു. പിന്നെ അപ്പൊ ഡോക്ടറല്ലേ? ഡോക്ടർ തന്നെ, അത് സംശയമില്ല. പക്ഷേ അതിലൊരു കുഴപ്പം. എന്താ കുഴപ്പം? അവൻ നിങ്ങൾ വിചാരിക്കണ MBBS ഡോക്ടറല്ല. ആ MBBS അല്ല അത്. അവര് എൻ്റെ ഏട്ടനും കുടുംബമൊക്കെ ബോംബെയിലുള്ളപ്പോ അവന്റെ ഹിന്ദിക്കാരെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ലേ, ഹിന്ദി ചെക്കന്മാര്, അവരെല്ലാരും കൂടി ചേർന്നിട്ട് ഇവന് വെച്ചൊരു പേരാണത്. ഏത്? MBBS ജോന്ന്. അവന് നല്ല സൂട്ടാവണ പേരെന്നെ അത്. എന്ത് MBBS ജോ അങ്ങനെയാണ് ആ പിള്ളേർ വിളിക്കണ അവനെ. അതിന്റെ അർത്ഥം എന്താ അറിയാമോ? MBBS എന്ന് പറഞ്ഞാൽ അവര് ഹിന്ദിയിലാ പറയുന്നത് ബോംബെയില്. മാ ബാപ് കാ ബേക്കാർ സന്താൻ. മനസ്സിലായല്ലോ? അതായത് മാ MIയിലെ, ബാപ് കാ BIയിലെ, ബേക്കാർ MBB ആയില്ലേ, സന്താൻ MBBS ആയില്ലേ. ഇതാണ് MBBS ജോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ അറിയോ നമുക്ക്? മലയാളത്തില് ആ വാക്കിന്റെ അർത്ഥം അവര് കളിയാക്കി പറഞ്ഞതാ. അമ്മയ്ക്കും അച്ഛനും ഉപയോഗമില്ലാത്ത മകൻ. അങ്ങനെ ഒരു മകനാണ് ഇങ്ങനെ പേര്. മാ ബാപ്പ ബേക്കാർ സന്താൻ പറഞ്ഞ അമ്മയ്ക്കും അച്ഛനും ഉപയോഗപ്പെടാത്ത മകൻ. അതാണ് അതിന്റെ അർത്ഥം. അവന് സൂട്ടായ പേരെന്നെ അത്. റോഡ് കൂടെ അലഞ്ഞും കൊണ്ട് നടക്കുന്നത്, അതാണ് അവന്റെ ജോലി. അവനൊക്കെ എന്റെ പെണ്ണിനെ ഇപ്പൊ കൊടുക്കാൻ പറ്റുമോ? ആൾക്കാർ നോക്കുമ്പോ ഡോക്ടറെ വിചാരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു പേരല്ലേ? അതന്നെ. അപ്പൊ അത് തള്ളി കളയാം. മകള് സുന്ദരിയാണ്, നല്ല ജോബിലുണ്ട്, 89,000 ശമ്പളം മേടിക്കണേ. പിന്നെ എന്താ ബുദ്ധിമുട്ട്? അങ്ങനെ 2-3 കൊല്ലം പോട്ടെ, അതെല്ലാം ശരിയാവും. ഇപ്പൊ സമയം വരണല്ലോ, സമയം വന്നാലേ എല്ലാം ശരിയാവും. ശരിയാവും. ഭഗവാന്റെ കയ്യിലല്ലേ എല്ലാം. പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. എനിക്ക് ഭഗവാനിൽ നല്ല വിശ്വാസമുണ്ട്.
ശരിയാവും. ആകട്ടെ, ആളെ വയ്ക്കാം. ശരി. സമയമായി, ഞാൻ ഇറങ്ങട്ടെ, ഓഫീസ് പോകണം. അങ്ങനെ ഇറങ്ങാൻ പറ്റുമോ? ചായ കാപ്പിയാ വേണ്ടേ? ഇപ്പൊ ചായ കുടിച്ചിട്ട് വേറെ ഇറങ്ങുന്ന സമയത്ത് അത് നിങ്ങളുടെ വീട്ടിൽ നിന്ന്, എൻ്റെ വീട്ടിൽ നിന്ന് എന്താ കുടിച്ചേ? കാപ്പി കുടിക്കാം. ശരി, ഓക്കെ. ശരിയാ, ഞാൻ കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരാം. ഓക്കെ. TV കണ്ടുകൊണ്ടിരുന്നോ? ഞാൻ കാപ്പി ഉണ്ടാക്കട്ടെ കേട്ടോ. റെസ്റ്റ് റൂം എവിടെ? റെസ്റ്റ് റൂം അവിടെ പോകണം. ഓക്കെ.